ദൈവരാജ്യത്തെക്കുറിച്ച് മത്തായിയുടെ 13-ാം അധ്യായത്തിൽ യേശു പറയുന്നുണ്ട്, ദൈവരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന ഒരു നിധിക്ക് തുല്യം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം നമ്മളുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു ലൗകിക മനുഷ്യന്, ഒരു ജഡിക മനുഷ്യന്, ആദത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു നാച്ചുറൽ മാനിന് ദൈവരാജ്യം മനസ്സിലാക്കുവാനോ ഗ്രഹിക്കുവാനോ സാധിക്കാത്ത വിധത്തിൽ അത് ഒളിച്ചു വച്ചിരിക്കുക. ഇറ്റ് ഈസ് സംതിങ് ദറ്റ് ഈസ് ഹിഡൻ. അത് മറയ്ക്കപ്പെട്ടിരിക്കുക. അത് കണ്ടെത്തുന്നവൻ സന്തോഷത്തോടു കൂടി തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ വയൽ മേടിക്കും എന്ന് പറയാൻ കാര്യം, ദൈവരാജ്യം എന്താണെന്നും അതെവിടെ ലഭിക്കുമെന്നും പരിശുദ്ധാത്മാവിനാൽ വെളിപാട് ലഭിച്ചവൻ അവൻ സന്തോഷത്തോടു കൂടി അവൻ പോയി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്, എന്തും വിൽക്കുവാൻ തയ്യാറാണ്. അവൻ്റെ അഭിമാനം പോയാലും ശരി, അവൻ്റെ സൽപ്പേര് പോയാലും ശരി, അവനെ കുടുംബക്കാരെല്ലാം ഉപേക്ഷിച്ചാലും, നാട്ടുകാർ ഉപേക്ഷിച്ചാലും, ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും, ആരെല്ലാം തിരസ്കരിച്ചാലും, അവൻ കണ്ടെത്തിയ ഈ നിധി, ഈ സ്വർഗരാജ്യം സ്വന്തമാക്കാൻ വേണ്ടി അവൻ എന്തും ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്. ആ ദൈവരാജ്യം എവിടെയാണെന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ യോഹന്നാൻ എഴുതി വച്ചിട്ടുണ്ട്. ആ ദൈവരാജ്യം യേശു ക്രിസ്തുവിലാണ്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 11 മുതൽ വായിച്ചാൽ കാണാം, ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. നിത്യജീവൻ എന്ന് പറയുന്നത് സ്വർഗരാജ്യം. അമേരിക്കൻ ബൈബിളിലാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, God has given us eternal life. Whoever possesses Jesus possesses the kingdom of God. Whoever does not possess Jesus does not possess the kingdom of God. മലയാളത്തിൽ വരുമ്പോൾ ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ആ ജീവൻ തൻ്റെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഇല്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ മാറ്റപ്പെടാൻ സാധിക്കാത്ത വചനങ്ങളാണ്. ഇവിടെ വീണ്ടും പറയുന്നത് പുത്രനിൽ വിശ്വസിക്കുന്ന കാര്യമല്ല. നമ്മൾ ഈ പ്രഭാഷണം ആരംഭിച്ചപ്പോൾ നമ്മൾ കേട്ടത് യോഹന്നാൻ 8:31 യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരോട് യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ നിങ്ങൾ സത്യമറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതല്ല നിത്യജീവൻ, യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതാണ് നിത്യജീവൻ. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഇന്ന് നമ്മുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ രൂപത്തിലുണ്ട്. ഈ വചനത്തിൽ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നമ്മൾ എന്തു വില കൊടുക്കേണ്ടി വന്നാലും ഈ വചനത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നു എന്ന് പറയാൻ കാര്യം, എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എൻ്റെ ജീവിതം ഞാൻ ക്രമപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്ന യേശു പറയുന്നതിനും അനുസരിച്ച് മാത്രം. മനുഷ്യൻ എന്നെ അംഗീകരിക്കുമായിരിക്കും, അംഗീകരിക്കത്തില്ലായിരിക്കും, എന്നെ സ്നേഹിക്കുമായിരിക്കും, എന്നെ വെറുക്കുമായിരിക്കും. പക്ഷേ എൻ്റെ നിത്യജീവൻ ഞാൻ ഇൻഷുർ ചെയ്യുന്നത്, നിത്യജീവൻ ഇവിടെയാണ്, യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നത്. ഇന്നത്തെ അനേകം ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് ഈ സത്യം അറിയുന്നില്ല. അവർ അറിയാതെ, അവരുടെ അറിവില്ലായ്മ കൊണ്ട്, ആത്മാവിലുള്ള അന്ധകാര നിമിത്തം ചില ബാഹ്യമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പാരമ്പര്യങ്ങളിലും പ്രാർത്ഥനാ രീതികളിലും രക്ഷയുണ്ടെന്നും വിചാരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ജനം. ഒന്നാമതായിട്ട് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർ വളരെ ചുരുക്കം. നമ്മളുടെ പ്രാർത്ഥനകളും നമ്മുടെ ആരാധനകളും നമ്മളുടെ ബലികളും നമ്മുടെ നേർച്ചകളും കാഴ്ചകളും ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിന് പകരം നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ചില വ്യക്തികളോ വേണ്ടിയുള്ള സ്നേഹമൊന്നുമല്ല. നമുക്ക് നമ്മുടെ കാര്യം കാണാൻ വേണ്ടി നമ്മൾ ചിലതൊക്കെ ചെയ്തു കൂട്ടുന്നു. നമ്മുടെ നിത്യജീവനെക്കുറിച്ച് അനേകർക്ക് ഇന്ന് ഒരു ചിന്തയില്ല. എന്നാൽ യേശു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് നിത്യജീവൻ. താൻ അയച്ച യേശു ക്രിസ്തുവിനെ അറിയുക,
അവനുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കുക. അത് മനുഷ്യന് തൻ്റെ ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ സാധിക്കാത്തത് കൊണ്ട് ദൈവം നേരിട്ട് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് സാധിക്കാത്തത് അവൻ നമുക്ക് വേണ്ടി ചെയ്തു. സാധാരണ നമ്മൾ കേൾക്കുന്നത്, നീ ഇന്നതൊക്കെ ചെയ്താൽ നീ രക്ഷപ്പെടും, നീ ഇന്നതൊക്കെ ചെയ്യണം, ഇന്നതൊക്കെ ചെയ്യരുത്, ഇതൊക്കെയാണ് പലരും പഠിപ്പിക്കുന്നത്. എന്നാൽ യേശു പറഞ്ഞത്, നീ ചെയ്യേണ്ട എല്ലാം ഞാൻ ചെയ്തിരിക്കുന്നു. I have paid it in full. I have done it in all fullness. നിനക്ക് ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തിരിക്കുന്നു. യേശു എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ, ദൈവത്തിൻ്റെ നീതി അവകാശപ്പെടുന്നത് രക്തം ചിന്താതെ പാപമോചനമില്ലെന്നാണ്. നമുക്കാർക്കും രക്തം ചിന്തുവാൻ സാധിക്കത്തില്ല. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് രക്തം ചിന്താൻ സാധിക്കത്തില്ല. അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. കാരണം എല്ലാ മനുഷ്യരും പാപിയാണ്. പാപമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാടിന് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അത് യേശു ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളും ചെയ്യേണ്ടത് ആ യേശുവിനെ ഒന്ന് സ്വന്തമാക്കിയാൽ മാത്രം മതി. എനിക്ക് സ്വർഗത്തിലേക്ക് ധൈര്യമായിട്ട് കടന്നു ചെല്ലാൻ സാധിക്കും. കാരണം യേശുവിൻ്റെ രക്തം എന്നെ സംരക്ഷിക്കുന്നു, എന്നെ പൊതിയുന്നു. പിതാവ് എന്നെ നോക്കുമ്പോൾ യേശുവിനെ കാണുന്നു. ഈ സത്യം അറിയാത്ത ഒരവസ്ഥയിൽ ജീവിക്കുന്നത് ഒരടിമത്തമാണ്, അജ്ഞതയാണ്. ഓസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം പറയുന്നു, എൻ്റെ ജനം അജ്ഞത നിമിത്തം നശിക്കുന്നു. അജ്ഞത നിമിത്തം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങൾ പലരും ആദ്യമായിട്ടായിരിക്കാം ഈ സത്യങ്ങൾ കേൾക്കുന്നത്. ഇന്ന് വരെ നിങ്ങൾ അജ്ഞതരായിരിക്കാം. അജ്ഞത നമ്മളെ രക്ഷിക്കത്തില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. നമ്മൾ അജ്ഞരാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ ദൈവം തൻ്റെ വചനം ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. ഇത് വായിച്ച്, ഇത് മനസ്സിലാക്കി, ഇതിൻ്റെ മുമ്പിൽ കീഴ്വഴങ്ങി വിധേയപ്പെട്ട് ഇത് പൂർണ്ണമായിട്ട് അനുസരിക്കുന്നവർക്കേ രക്ഷയുള്ളെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് തിരിച്ച് എഴുതുവാനോ പറയുവാനോ ഒരു മനുഷ്യനും അവകാശമില്ല. കാരണം അങ്ങനെ ചെയ്താൽ അവന് ശാപമുണ്ടെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു വചനം എടുത്തു മാറ്റുകയോ ഒരു വചനം കൂട്ടിച്ചേർക്കുകയോ ചെയ്താൽ അവന് ശാപമാണ്. പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസിനെ ഉപയോഗിച്ച് തന്നെ പരിശുദ്ധാത്മ എഴുതി വച്ചിരിക്കുകയാണ്, ഒരു മനുഷ്യനും ഈ വചനങ്ങൾ വ്യാഖ്യാനിക്കാൻ അവകാശമില്ല. ശ്രദ്ധിച്ച് കേൾക്കണേ, ഒരു മനുഷ്യനും ഈ വചനങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള അവകാശം ദൈവം കൊടുത്തിട്ടില്ല. ഇത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായിട്ട് ദൈവീക മനുഷ്യരെ ഉപയോഗിച്ച് ദൈവം എഴുതിച്ചു വച്ചിരിക്കുന്നതാണ്. ഇത് പരിശുദ്ധാത്മാവാണ് പഠിപ്പിക്കേണ്ടത് എന്ന് യേശു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ ഇതെല്ലാം പഠിപ്പിക്കും. ഇത് പഠിപ്പിക്കാൻ ഒരു മനുഷ്യനും അവകാശമില്ല. ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല. ഒരു മനുഷ്യനിത് വ്യാഖ്യാനിച്ചു തരാൻ അറിയത്തില്ല. അവനോട് വ്യാഖ്യാനിച്ചാൽ ശരിയാകത്തുമില്ല. പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിക്കണം. പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിക്കുന്നത് വീണ്ടും ജനിച്ച മനുഷ്യരിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തികളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്ന വചനം നിങ്ങൾ കേട്ടെങ്കിൽ നിങ്ങൾ കേൾക്കുന്നത് ഒരു മനുഷ്യനെ അല്ല, പരിശുദ്ധാത്മാവിനെ തന്നെയാണ്. ആ വചനങ്ങൾ കേട്ടെങ്കിലേ നമുക്ക് വീണ്ടും ജനനം സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കുക, നല്ല വിശ്വാസമുള്ള, യേശു കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന, മോശയിലൂടെ ദൈവം കൊടുത്ത എല്ലാ പ്രമാണങ്ങളും പാലിച്ചിരുന്ന യഹൂദന്മാർ, ഫരിസേയന്മാർ, പുരോഹിതന്മാർ, അവർ യേശുവിനെ കേട്ടു കഴിഞ്ഞിട്ട് യേശുവിനെ വിശ്വസിച്ചു. പക്ഷേ യേശു അതിൽ ഒരു സന്തോഷവും കാണിച്ചില്ല. മറിച്ച് അങ്ങനെയുള്ള വിശ്വാസികളെ നോക്കി യേശു പറഞ്ഞു, നിങ്ങൾ അടിമകളാണ്, നിങ്ങൾ പാപത്തിൻ്റെ അടിമകളാണ്. അതുകൊണ്ട് യേശു അവരോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനത്തിൽ നിങ്ങൾ ജീവിക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ നിങ്ങൾ സത്യമറിയും. ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. കാരണം ഇപ്പോൾ നിങ്ങൾ സ്വതന്ത്രരല്ല, നിങ്ങൾ പാപത്തിൻ്റെ അടിമയാണ്, നിങ്ങൾ പിശാചിൻ്റെ അടിമയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ അടിമയാണ്, നിങ്ങൾ മനുഷ്യൻ്റെ അടിമയാണ്, നിങ്ങൾ നിയമത്തിൻ്റെ അടിമയാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് യോഹന്നാൻ്റെ 8-ാം അധ്യായത്തിൽ യേശു പറയുന്നു, പുത്രൻ
നിങ്ങളെ സ്വതന്ത്രനാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രരാണ്. If the Son sets you free, you are free indeed.